വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. ഈ പ്രഭാതത്തിലെ നമ്മുടെ വായന ഭാഗം യോശുവയുടെ പുസ്തകം 4 മുതൽ 6 വരെയുള്ള അധ്യായങ്ങളാകുന്നു. ഇന്നത്തെ കുറിവാക്യം യോശുവ 5-ാം അധ്യായം 12-ാം വാക്യം. അവർ ദേശത്തെ വിളവ് അനുഭവിച്ചതിൻ്റെ പിറ്റേ ദിവസം മന്ന നിന്നുപോയി. ഇസ്രായേൽ മക്കൾക്ക് പിന്നെ മന്ന കിട്ടിയതുമില്ല. ആ ആണ്ട് അവർ കനാൻ ദേശത്തെ വിളവ് കൊണ്ട് ഉപജീവിച്ചു. യോശുവയുടെ പുസ്തകത്തിൻ്റെ ആദ്യത്തെ അധ്യായങ്ങൾ വാഗ്ദാന ഭൂമി കൈവശപ്പെടുത്തുന്നതിൻ്റെ വിശദാംശങ്ങളാണ് നമുക്ക് നൽകുന്നത്. യോർദാൻ നദി കടന്നതോടെ വാഗ്ദത്ത നാട് അടുത്തു എന്ന സൂചന ലഭിക്കുകയും പരിച്ഛേദന ലഭിക്കാത്തവർക്ക് അത് നൽകണം എന്ന കൽപ്പന ലഭിക്കുകയും ചെയ്യുന്നു. തുടർന്നുള്ള പെസഹ ആചരണവും ദൈവിക പരിപാലനവും വിശ്വാസ സമൂഹത്തിൻ്റെ സാക്ഷ്യം നമുക്ക് വെളിപ്പെടുത്തി തരികയാണ് ചെയ്യുന്നത്. എന്നാൽ ഇന്നത്തെ വായനാ ഭാഗത്തിലൂടെ നമ്മുടെ വിശ്വാസത്തിൻ്റെ സാക്ഷ്യം എപ്രകാരം നമുക്ക് മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാനായിട്ട് സാധിക്കും എന്ന് നോക്കാം. ഒന്നാമതായിട്ട് വിശ്വാസത്തിൻ്റെ സാക്ഷ്യം നാം ദൈവജനതയെന്ന് ബോധ്യപ്പെടുത്തുന്നതിലൂടെ. ദൈവിക തിരഞ്ഞെടുപ്പും നിയോഗങ്ങളും തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുമ്പോൾ ദൈവിക ഉടമ്പടി ബന്ധത്തിൽ നാം നിലനിൽക്കേണ്ടത് ആവശ്യമാണ്. ഇത്തരത്തിൽ നിരന്തരമായി ബന്ധം പുതുക്കുക എന്നത് അനിവാര്യതയുള്ള ഒരു കാര്യമാണ്. 40 സംവത്സരത്തോളം മുടങ്ങിക്കിടന്ന പരിച്ഛേദന ഇവിടെ പുനഃസ്ഥാപിക്കപ്പെടുന്നു. ഈ കർമ്മം ഒരു അടയാളപ്പെടുത്തലാണ്. യഹൂദ മതത്തിൻ്റെയും കുടുംബത്തിൻ്റെയും ഭാഗമാണ് തങ്ങളെന്ന സാക്ഷ്യപ്പെടുത്തലാണ് ഇതിലൂടെ സംഭവിക്കുന്നത്. ഇത്തരത്തിലാണ് നാം വിശുദ്ധ മാമോദീസ അഥവാ വിശുദ്ധ സ്നാപനം കൈക്കൊള്ളുന്നത്. അത് ക്രിസ്തുവിനോടും ക്രിസ്തു ശരീരമായ സഭയോടും ചേർക്കപ്പെട്ട നാം ദൈവജനമാണ് എന്നും വിശുദ്ധ വംശമാണ് എന്നും നിരന്തരം ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പൊതുസമൂഹത്തിന് ദൈവിക സ്വഭാവം നമ്മളിലൂടെ വെളിപ്പെടുത്തി കൊടുക്കുവാനായിട്ട് ഇതിലൂടെ നമുക്ക് സാധിക്കും. തങ്ങൾ ദൈവജനത്തിൻ്റെ ഭാഗമാണ് എന്ന അടയാളപ്പെടുത്തൽ നമ്മെ കൂടുതൽ ഉത്തരവാദിത്വങ്ങളിലേക്ക് നയിക്കുന്നു. അതിനാൽ നാം ഉൾപ്പെട്ടിരിക്കുന്ന നമ്മുടെ സമൂഹത്തിന് നമ്മുടെ ജീവിതത്തിലൂടെ നാം ദൈവത്തിൻ്റെ ജനതയാണ് എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കുവാനായിട്ട് നമുക്ക് കഴിയണം. അത്തരത്തിൽ നമ്മുടെ വിശ്വാസത്തിൻ്റെ സാക്ഷ്യം മറ്റുള്ളവർക്ക് പ്രകടമാക്കി തീർക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. രണ്ടാമതായിട്ട് വിശ്വാസത്തിൻ്റെ സാക്ഷ്യം വാഗ്ദത്ത പൂർത്തീകരണത്തിലൂടെ. മിസ്രൈമിൽ നിന്നുള്ള വിമോചനവും കനാൻ നാട്ടിലേക്കുള്ള പ്രയാണവും അവിടെ എത്തിച്ചേർന്നുള്ള താമസവും ഇസ്രായേൽ ജനതയുടെ ചരിത്രത്തിലെ ദൈവിക വാഗ്ദത്തങ്ങളുടെ ഒരു പൂർത്തീകരണമാണ്. മരുഭൂ പ്രയാണത്തിൽ മന്ന നൽകി പരിപാലിച്ച ദൈവം കനാൻ നാട്ടിലെത്തിയപ്പോൾ അവിടെയുള്ള ഫലസമൃദ്ധിയിൽ കൂടി തുടർന്ന് അവരെ അനുഗ്രഹിക്കുന്നു. മന്നയുടെ ലഭ്യത നിൽക്കുകയും ദൈവിക നന്മ മറ്റൊരു വിധത്തിൽ അവർക്ക് ലഭിക്കുകയും ചെയ്യുന്നു. ഇത്തരത്തിൽ ദൈവിക കരുതലിൻ്റെ വെളിപ്പെടുത്തൽ നമുക്ക് ഇന്ന് എന്നും ലഭ്യമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. കാരണം ദൈവജനത്തിൻ്റെ ശാരീരികവും ഭൗതികവുമായ എല്ലാ ആവശ്യങ്ങളിലും ദൈവം അതീവ ശ്രദ്ധാലുവാണ്. പെസഹായുടെ പിറ്റേ ദിവസം തന്നെ അവർ ദേശത്തെ വിളവ് കൊണ്ടുള്ള പുളിപ്പില്ലാത്ത അപ്പവും മലരും തിന്നുന്നു. ഇത് ദൈവിക രക്ഷാ ചരിത്രത്തിലെ തന്നെ ഒരു പുതിയ ഓർമ്മപ്പെടുത്തലും ആകുന്നു. ഇത്തരത്തിൽ ദൈവം നമുക്ക് നൽകുന്ന വാഗ്ദാനങ്ങൾ പൂർത്തീകരിക്കുന്നതിലൂടെ മറ്റുള്ളവരുടെ അഥവാ സമൂഹത്തിൻ്റെ മുൻപാകെ നമ്മുടെ വിശ്വാസത്തിൻ്റെ സാക്ഷ്യം ഒന്നുകൂടെ ബോധ്യപ്പെടുകയാണ് ഉണ്ടാകുന്നത്. അങ്ങനെയെങ്കിൽ നമ്മുടെ വിശ്വാസം ഇന്ന് എത്രത്തോളം ആഴത്തിലുള്ളതാണ് എന്ന് നമ്മൾ ചിന്തിക്കുക. അത്തരത്തിൽ വിശ്വാസത്തോടെ നമ്മുടെ ജീവിതത്തിൽ സാക്ഷ്യം നിലനിർത്തുന്നവരായി തീരുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ഇസ്രായേൽ ജനതയെപ്പോലെ ഞങ്ങളും അവിടുത്തെ തിരഞ്ഞെടുക്കപ്പെട്ട ജനമാണ് എന്ന ബോധ്യം ഞങ്ങൾക്ക് എപ്പോഴും നൽകിത്തരണമേ. അതോടൊപ്പം ഞങ്ങൾ വിശ്വാസത്തോടെ സാക്ഷ്യം നിലനിർത്തുന്നവരായിട്ട് മുന്നോട്ട് ജീവിക്കുവാൻ ഞങ്ങൾ ഏവരെയും സഹായിക്കണമേ. ആമേൻ.